മക്കളെ വണക്കം. ഇന്നലെ പറഞ്ഞ പോലെ വീക്കിലി ടാസ്കിന് രാവിലെ തന്നെ എല്ലാവരും റെഡി ആവുകയാണ് കേട്ടോ. അതായത് നമുക്ക് ഏഞ്ചൽസിനെ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് ഇഷ്ടം തോന്നിയത് ഡെവിൾസിനെ. അതായത് ഒരാളെ പോലെ അല്ല മറ്റൊരാൾ ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാം വെറൈറ്റി, 9 പേര് 9 രീതിയിൽ ഒരുങ്ങിയിരിക്കുന്നു. അത് കാണാൻ നല്ല രസമുണ്ട്. ദീപകിൻ്റെ ഗെറ്റപ്പ് പറയാൻ പറ്റത്തില്ല കേട്ടോ, അത്രയ്ക്കും അടിപൊളിയാണ്. ആളുടെ ഷേപ്പേ മാറിപ്പോയ പോലെ എനിക്ക് തോന്നി. അതേപോലെ തർഷികയുടെ മേക്കപ്പ് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം ഏഞ്ചൽസിനെ എല്ലാം വെളിയിലാക്കിയിട്ട് അവർക്കുള്ളൊരു ടാസ്ക് ലെറ്റർ വരുന്നുണ്ട്. മനസ്സലിവ് തോന്നാൻ പാടില്ല, അവരോടൊരു സിമ്പതി ഒന്നും തോന്നാൻ പാടില്ല. അങ്ങനെ ആയിരിക്കണം ടാസ്ക് കൊടുക്കേണ്ടിയിരിക്കുന്നത്. അതേപോലെ സ്നേഹം എന്തും നമ്മൾ കർക്കശമായിട്ട് പറയണം. അങ്ങനെയാണ് ടാസ്ക് തുടങ്ങേണ്ടത്. പിന്നെ നമ്മളൊരു ജോലിയും ചെയ്യാൻ പാടില്ല, അവരെ കൊണ്ട് വേണം ജോലി ചെയ്യിക്കാനായിട്ട്. അതേപോലെ തന്നെ അവരുടെ സമാധാനം കളയണം. അവരെപ്പോഴും സമാധാനമുള്ളവരായിരിക്കും. അവരുടെ സമാധാനം കളഞ്ഞിട്ട് ദേഷ്യം, കരച്ചിൽ, അതേപോലെ തന്നെ സന്തോഷം, ഓവറായിട്ടുള്ള സന്തോഷം അതൊന്നും കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുക്കാൻ പാടില്ല. എപ്പോഴും കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം. അങ്ങനെ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ കരയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു 3 ഹാർട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് പറിക്കാം. അങ്ങനെ ഏറ്റവും കൂടുതൽ ഹാർട്ട് കിട്ടുന്ന ആൾ നോമിനേഷൻ ഫ്രീ ആവും കേട്ടോ. അതേപോലെ തന്നെ ഹാർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യമേ ഒരു 3 പേരെ ടാർഗറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡെവിൾസിൽ ഗെയിം നന്നായിട്ട് കളിക്കാത്തവർ, നിങ്ങൾക്ക് അവർ അങ്ങോട്ട് ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് തോന്നിയവരെ ജയിലിലയക്കാം എന്നും പറയുന്നുണ്ട് കേട്ടോ. ആദ്യമേ കൺഫെഷൻ റൂമിലേക്ക് വന്നിട്ട് ആരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറയണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അൻഷിത, പവിത്ര, സത്യ ഈ 3 പേരെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഡെവിൾസിനെ വെളിയിലാക്കിയിട്ട് ഏഞ്ചൽസിനുള്ള ടാസ്ക് ലെറ്റർ വരുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് എപ്പോഴും ടാസ്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേപോലെ ഹാർട്ട് നിങ്ങൾക്കുണ്ട്, ആ ഹാർട്ട് നിങ്ങൾ കുത്തണം, അത് കളയാതെ നോക്കണം, വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഡെവിൾസ് എന്ത് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണം എന്നുള്ളതായിരുന്നു അവർക്കുള്ള ടാസ്ക്. അപ്പം തർഷിക അതായത് അൻഷിതയും കൂടെ നിൽക്കുകയാണ്. ടാസ്ക് തുടങ്ങിയിട്ടുണ്ട്. തലയിൽ കൂടെ വെള്ളം ഒഴിക്കുന്നു, മുട്ടയടിക്കുന്നു, അതേപോലെ തന്നെ തലയിലൊക്കെ മുട്ടയൊക്കെ തേക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം പവിത്ര കരയുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് പവിത്രയുടെ ഹാർട്ട് അപ്പോഴത്തേക്ക് കരയുന്നുണ്ട്. അതേ സമയം തന്നെ ദീപക് പവിത്രയെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. വേറൊരു രീതിയിലല്ല, ഒച്ചത്തിൽ ഓരോരോ സംസാരിച്ച് ഏറ്റവും പവിത്ര കരയുന്നുണ്ട്. ദീപക് അങ്ങനെ ഫസ്റ്റ് ഹാർട്ട് എടുക്കുകയാണ് കേട്ടോ പവിത്രയുടെ. അതേപോലെ തന്നെ അൻഷിത ടാർഗറ്റ് ആണല്ലോ. അപ്പോൾ അൻഷിതയ്ക്ക് വേണ്ടിയിട്ട് അൻഷിതയ്ക്ക് ഇഷ്ടമുള്ള ഒരാളെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അൻഷിത ഇമോഷണലി ഡൗൺ ആവും. അത് കാരണം ജെഫ്രി ഏത്തെ വിടിയിക്കുന്നു. അതിൻ്റെ ബേസിൽ അൻഷിത ഒരു ഹാർട്ട് കൊടുക്കുവാണ് കേട്ടോ. അതായത് തർഷികയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം തർഷികയോട് അൻഷിത ചെറുതായിട്ടൊന്ന്, അതായത് കൂട്ടുകാരിയല്ലേ, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ജെഫ്രിയെ ഏത്തെ വിട്ടത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ നമ്മുടെ സൗന്ദര്യക്കും നമ്മുടെ ജാക്കിനും. അപ്പോഴത്തേക്ക് ഏതോ 135 ഏത്തം കണ്ട് ഇടുന്നുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടില്ല. അത് ചോദ്യം ചെയ്യുന്നത് വലിയൊരു കലഹമായിട്ട് മാറുന്നുണ്ട്. ഏറ്റവും അവസാനം സൗന്ദര്യം തർഷികയും ജാക്കും കൂടെ വഴക്കാവുന്നുണ്ട് നല്ല രീതിയിൽ. ഏറ്റവും അവസാനം അച്ഛനെ നിൻ്റെ അച്ഛൻ വെച്ച വീടൊന്നും അല്ലല്ലോ ഇത്, ബിഗ് ബോസ് വീടല്ലെന്ന് തർഷിക പറയുന്നുണ്ട്. അതെന്തിനാ അച്ഛനെ ഇടിച്ചതെന്നൊക്കെ പറഞ്ഞ് സൗന്ദര്യം മുന്നോട്ട് വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ സൗന്ദര്യം ജാക്ലിനും കരയുന്നുണ്ട്. അത് കഴിയുമ്പോൾ തർഷിക മാറി എന്ന് കരയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ റൂമിൽ പോയിട്ട് ഇത് സമാധാനമാവുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. മഞ്ചരി വന്നിട്ട് പവിത്രയുടെ വായിക്കകത്ത് മുട്ട വരെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര പവിത്ര ഒത്തിരി ട്രിഗർ ചെയ്യുന്നുണ്ട്. കാരണം അത് ടാർഗറ്റ് പേഴ്സണാണ്. അപ്പം പിന്നെ അങ്ങനെ കിട്ടുമ്പോഴത്തേക്കും അൻഷിതയുടെ ഹാർട്ട് മഞ്ജരിക്ക് കിട്ടുന്നുണ്ട്. അൻഷിത കരയുന്നുണ്ട് കേട്ടോ. അപ്പം ഹാർട്ട് ദീപക്കിനും ആനന്ദിക്ക് പണിഷ്മെൻറ്റ് കൊടുത്തപ്പം, അതായത് സോറി എന്ന് പറയുമ്പോഴത്തേക്ക് ആനന്ദിക്ക് പണിഷ്മെൻറ്റ് കൊടുത്തു. അപ്പം ദീപക്കിന് അൻഷിതയുടെ ഹാർട്ട് കിട്ടുന്നു. അങ്ങനെ എല്ലാവർക്കും 3 ഹാർട്ടും അൻഷിതയുടെ കിട്ടുന്നുണ്ട്. പിന്നീട് അൻഷിത ഒരു അഴിഞ്ഞാട്ടം വന്നു. എനിക്ക് പറയുന്നത് അൻഷിത ഓവറായിരുന്നു. അതായത് കാണിക്കുക എന്നുള്ളവരുണ്ടായിരുന്നു. പക്ഷെ അത്ര ആവേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരുടെ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നതൊക്കെ അൻഷിത ചെയ്യുന്നുണ്ട്.
അത് കഴിയുമ്പോഴത്തേക്ക് ദീപക് കൺഫെക്ഷൻ റൂമിലേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് ആരുടെ ഹാർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം, ടാർഗറ്റ് ആവശ്യമില്ല, എല്ലാവരുടെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൻ്റെ നമുക്ക് ഹാർട്ട് എടുക്കാം എന്ന് പറയുന്നുണ്ട്. സാച്ചിനെ കാണിക്കുന്നത് ഫെയർ അല്ലെന്ന് അൻഷിത പറയുന്നുണ്ട്. അതായത് മുട്ട കുടിപ്പിക്കാൻ നമ്മുടെ ആനന്ദി ശ്രമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദി തുപ്പിക്കളയാണ്. അപ്പം നിലത്ത് കിടക്കുന്ന അതിനടുത്ത് ചുണ്ടിൽ തേക്കുമ്പോൾ അൻഷിത ഇച്ചിരി ഇതാവുന്നുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിവേ അവരുടെ ടാസ്ക് അവർ കൃത്യമായിട്ട് കളിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ജെഫ്രിയുടെ ഹാർട്ട് ദീപകിന് കിട്ടുന്നുണ്ട്. പവിത്രയുടെ ഒരു ഹാർട്ട് മഞ്ജരിക്ക് കിട്ടുന്നുണ്ട്. പവിത്രയുടെ ഒരു ഹാർട്ട് സാച്ചിനയ്ക്ക് കിട്ടുന്നുണ്ട്. സത്യയുടെ ഹാർട്ട് വന്നിട്ട് റാണവിന് കിട്ടുന്നുണ്ട്. ജെഫ്രിയുടെ ഡ്രസ്സൊക്കെ ഊരിക്കളയുന്നത്, അതായത് ജെഫ്രി ഇവിടെ ഇങ്ങനെ ഏത്തൊക്കെ ഇട്ടതിൻ്റെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു. അപ്പം ജെഫ്രി ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ ജെഫ്രി ഡ്രസ്സൊക്കെ ഊരി കളയുന്നുണ്ട്. അപ്പം ഊരി കളഞ്ഞപ്പോഴത്തേക്ക് മുത്തുക്കുമാറിന് ഹാർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ജെഫ്രിയുടെ ഹാർട്ട് 2 അതേപോലെ തന്നെ ജെഫ്രി കരയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഏത്ത് വിട്ടിട്ട് എന്നെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മഞ്ജരി അൻഷിതയും കൂടെ ഭയങ്കര വഴക്കാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ നമ്മുടെ ആനന്ദി കഴിച്ചുകൊടുക്കുക. അപ്പോൾ പറഞ്ഞാൽ അകത്തിരുന്ന് കഴിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലേറ്റ് വെച്ച് അകത്ത് പോയിരുന്ന് കഴിക്കാൻ പറയുമ്പോഴത്തേക്ക് അൻഷിത ഇടപെടുന്നു. സത്യം പറഞ്ഞാൽ അൻഷിത ഓവറായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടാൽ തന്നെ ബോറായിരുന്നു. അൻഷിത ഇത്രയും ബോറടിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നി. അല്ല വെളിയിൽ പോകണമെന്ന് പറയുന്ന ആളാണെങ്കിൽ ഡോർ തുറന്ന് വെളിയിൽ പോകണം. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വെളിയിൽ പോകണമെന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ട്രിഗറായി ബിഗ് ബോസിനെ കാണുക. ഇത് വെറുതെ അങ്ങനെ കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സത്യയുടെ ഒരു ഹാർട്ട് വന്നിട്ട് മഞ്ജരിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സത്യ വന്നിട്ട് ഇവരുടെ റൂമിൽ വന്നിട്ട് പറയാണ്, പേഴ്സണലാണ് ടാസ്കിൻ്റെ ബേസിലല്ല, എൻ്റെ ഡ്രസ്സും ഷൂസിലും ഒക്കെ ഓട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതായത് ഒരു ടാസ്കിൽ സത്യയെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സാച്ചിനെയാണ് സത്യയുടെ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കീറുന്നുണ്ട്, നന്നായിട്ട് കീറുന്നുണ്ട്, ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വരുന്നത്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. കാരണം പേഴ്സണൽ തിങ്സൊക്കെ നശിപ്പിച്ചുകൊണ്ട്, അതേപോലെ പവിത്രയുടെ ഒരു ഡോൾ അതൊക്കെ നശിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. സാച്ചിനെ എല്ലാം നശിപ്പിച്ചുകൊണ്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ സാച്ചിനെ ഞാൻ ഇനി ടാസ്ക് കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് എല്ലാവരോടും പോയി സത്യയോടും പറയുന്നുണ്ട്, പവിത്രയോടും പറയുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നീട് അവർ വന്നിട്ട് ചർച്ച ചെയ്യുന്നത് ജയിലിലേക്ക് ഇനി ആരാണ് ഫെയർ ആയിട്ട് കളിക്കുന്നത്. അപ്പോൾ എല്ലാവരും പിന്നെ സൗന്ദര്യയും ജാക്കും കളിച്ചിട്ട് ഇവർ രണ്ടുപേരാണ്. അപ്പോൾ അരുണ് പറയേണ്ട അത് പറ്റത്തില്ല, ആരാണോ നല്ല ഫെയർ ആയിട്ട് പേഴ്സണലി എടുത്തിട്ട് കളിക്കാതിരുന്നതോ പേഴ്സണലി എടുത്ത് കളിച്ചതോ ആരാണോ അവരെ വേണം പറഞ്ഞു വിടാൻ. എൻ്റെ ഓപ്ഷൻ മഞ്ജരിയാണ്. കാരണം അങ്ങനെയൊക്കെ വായിൽ മുട്ട വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ മഞ്ജരി പറഞ്ഞിട്ട് അതൊക്കെ എൻ്റെ വേ ആണ്, അതെൻ്റെ ഇഷ്ടമാണ്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണെങ്കിലും ഞാൻ അത് അനുഭവിച്ചോളാം, അത് അരുൺ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അരുൺ അത് എതിർത്ത് നിൽക്കണം കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് സൗന്ദര്യക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നത്. അപ്പോൾ അത് ജാക്ലിൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് രണ്ടുപേരും കൂടെ പോയി ജയിലിലിരിക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് മുത്തുക്കുമാറിന് സത്യയുടെ ഒരു ഹാർട്ട് കിട്ടുന്നുണ്ട്, റാണവിന് സത്യയുടെ ഒരു ഹാർട്ട്. അങ്ങനെ സത്യയുടെ ഹാർട്ട് അവർക്കും ഫുള്ളും കിട്ടുകയാണ്. രണ്ടുപേരും ജയിലിലിരിക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവരുടെ സ്ഥലത്തുനിന്ന് പോകാൻ പറഞ്ഞാൽ ഈ അൻഷിത അവിടെ തന്നെ കിടക്കുകയാണ്. അൻഷിതയെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഓൺ ചെയ്യേണ്ടത്, ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല. അല്ലെങ്കിൽ മരിച്ചെന്ന് പറഞ്ഞോ അൻഷിത എവിടെയും കൊണ്ട് അടക്കിയിടാനൊക്കെ പറയേണ്ടതാണ്. പക്ഷെ അതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൻഷിതയ്ക്ക് ഫെയർ പോലെ എനിക്ക് കളിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അൻഷിത ഓവറായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ സൗന്ദര്യം ജാക്ലിനും ജയിലിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടെ ലിവിങ് ഏരിയ വെച്ച് വേണമല്ലോ ജയിൽ നോമിനേഷൻ ചെയ്യാനായിട്ട്. അത് നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ ഉള്ളത്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഭയങ്കര ഓവറായിരുന്നു അൻഷിത. ബാക്കി പിന്നെ നമ്മുടെ സാച്ചിന ഒത്തിരി ഓവറായിട്ട് അവരുടെ പേഴ്സണൽ തിങ്സൊക്കെ എടുത്തിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് വേണ്ടായിരുന്നു, അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കി അതർവൈസ് എനിക്ക് ദീപക്കിനാണ് ഇഷ്ടപ്പെട്ടത്. കാരണം അവരൊന്ന് ടച്ച് പോലും ചെയ്തിട്ടില്ല, ട്രിഗർ ചെയ്യുന്നത് വാ കൊണ്ട് മാത്രമായിരുന്നു. അത് ബെസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാർട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ദീപക്കിനായിരുന്നു. നാളെ ഏതാണ് എപ്പിസോഡ് ബാലൻസ് നോക്കാം കേട്ടോ.